നമസ്കാരം. പോസിറ്റീവ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി അഫർമേഷൻസ് പറയാറുണ്ടല്ലേ? എന്നാൽ ചിലർ പറയാറുണ്ട്, ഞാൻ ദിവസവും അഫർമേഷൻസ് പറയാറുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ഒരു മാറ്റവും കാണുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അഫർമേഷൻസ് എന്നും അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുമാണ്. എന്താണ് അഫർമേഷൻ? ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് അഫർമേഷൻസ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ശക്തമായ വാക്കുകളാണ് അഫർമേഷൻസ്. നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും വലിയൊരു ഊർജമുണ്ട്. നമ്മൾ അറിയാതെ പോലും ദിവസവും പല നെഗറ്റീവ് കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. എനിക്കിതിന് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ അല്ലേ? ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും ജീവിതത്തിലേക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്ന രീതിയാണിത്. അഫർമേഷൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഫർമേഷൻസ് വെറുതെ ഒരു ബുക്ക് നോക്കി വായിച്ചതുകൊണ്ടോ മനസ്സില്ലാതെ ഉരുവിട്ടത് കൊണ്ടോ കാര്യമില്ല. ഇത് പറയുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പ്രസന്റ് ടെൻസിൽ അഥവാ വർത്തമാന കാലത്തിൽ പറയുക. അഫർമേഷൻസ് എപ്പോഴും വർത്തമാന കാലത്തിലായിരിക്കണം. അതായത്, എനിക്ക് ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടും എന്നല്ല പറയേണ്ടത്. പകരം അതിപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞ രീതിയിൽ പറയുക. എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് നന്ദി എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, ഫീലിങ്സോടുകൂടി പറയുക. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നത് അതിന് പിന്നിലെ വികാരങ്ങളെയാണ്, ഇമോഷൻസിനെയാണ്. ഞാൻ ആരോഗ്യവാനാണ് എന്ന് വെറുതെ പറയാതെ ആ ആരോഗ്യം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു എന്ന സന്തോഷത്തോടെ ആ എനർജിയോടുകൂടി വേണം പറയാൻ. മൂന്നാമതായി, നന്ദിയോടുകൂടി തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ അഫർമേഷൻസ് എപ്പോഴും ഒരു നന്ദിയോടെ ചേർത്ത് പറയാൻ ശ്രമിക്കുക. എനിക്ക് തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രപഞ്ചത്തിന് നന്ദി, ഞാനിപ്പോൾ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഇരട്ടിയാകും. അപ്പോൾ ഇനി മുതൽ അഫർമേഷൻസ് വെറുതെ പറഞ്ഞു തീർക്കാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രം പറയുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഇത് ശീലമാക്കൂ. തീർച്ചയായും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. താങ്ക് യു.